ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അറിയാലോ, ഇന്ന് നമ്മളെ ഇലക്ഷൻ ഡേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വോട്ട് ചെയ്തു. അപ്പോൾ വോട്ട് ചെയ്യാനുള്ള രീതിയിലൊക്കെ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. നിങ്ങൾ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ സാധാരണ നമ്മൾ പ്രീ ലണ്ടൻ ആയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറ് അല്ലെങ്കിൽ ലൈവ് സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പ്രീ ലണ്ടൻ കഴിഞ്ഞു. ലണ്ടൻ സെക്ഷനിലാണ്. ഓൾറെഡി ലണ്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലണ്ടൻ സെക്ഷൻ ടൈം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ട്രേഡ്സ് ഉണ്ടോ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ട്രേഡ് കിട്ടുക എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇലക്ഷൻ ആണ്, ഒരു പബ്ലിക് ഹോളിഡേ ആണ്. പക്ഷെ ഇത് നമുക്ക് ഇന്റർനാഷണൽ കലണ്ടർ ബേസ് ചെയ്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് അതൊരു ഹോളിഡേ ആയിട്ടില്ല. സോ ഫോറക്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അവിടെ പ്രശ്നമൊന്നുമില്ല. മാർക്കറ്റ് എന്നും പോലെ ഇപ്പോൾ ഡിസംബറിന്റെ ചെറിയൊരു വോളിയം കുറവ് ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, മാർക്കറ്റ് മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇലക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ഫോറക്സിനൊന്നും അഫക്ട് ചെയ്തിട്ടില്ല. കാരണം അത് വേൾഡ് വൈഡ് മാർക്കറ്റ് ആണ്, ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ, മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഗോൾഡ് നോക്കുന്ന ടൈമിൽ അപ്പൊ ഇന്നലെ മേജർ ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു 12:30ക്ക് അല്ലെ, ഇന്നലെ അല്ല, ഇന്ന് ഏർലി മോർണിംഗ് 12:30ക്ക് FOMC എന്ന് പറഞ്ഞിട്ടുള്ള ഫോറക്സിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായി. നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഒക്കെ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തു, അല്ലെങ്കിൽ നല്ലൊരു വളട്ടാലിറ്റി, നല്ലൊരു മൂവ്മെന്റ് എല്ലാ പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു മേജർ ന്യൂസിന്റെ ഇമ്പാക്ട് ആണ്. ഓക്കെ. നമ്മൾ ഗോൾഡിൽ ഫോക്കസ് ചെയ്തിരുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇന്നലെയൊക്കെ ഇവിടെ മാർക്കറ്റ് ഭയങ്കര സ്ലോ ആയിട്ട് ആ ഒരു ന്യൂസിന് വെയിറ്റ് ചെയ്യായിരുന്നു, ഇവന്റിന് വെയിറ്റ് ചെയ്യായിരുന്നു മാർക്കറ്റ്. ദെൻ ഇവിടെ ആ ഒരു 12:30 ആ ഒരു ടൈമിൽ മാർക്കറ്റ് ഹൈ മൂവ്മെന്റ് തന്നു, നമ്മൾ ഏരിയയിലോട്ട് എത്തി അല്ലെ. നമ്മൾ ഏരിയയിലോട്ട് എത്തി പെർഫെക്റ്റ് ആയിട്ട് അവിടുന്ന് ട്രേഡ് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ട്രിഗർ ആയിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ പോയിന്റ് എത്തി മാർക്കറ്റ് ഇറങ്ങുകയാണ്. ഈ ഒരു സെല്ലിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. സെല്ലിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഏഷ്യന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. കാരണം ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ലിക്വിഡിറ്റീസും മാർക്കറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെയുള്ള ഇംബാലൻസും FEG കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മാർക്കറ്റ് സെല്ല് ഇറങ്ങുകയാണ്. ഓക്കെ. ഇത് ഏകദേശം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചേഞ്ചോ, ഇവിടെ ഒരു ഇന്റേണൽ ചേഞ്ചും തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഡൗണിലോട്ടുള്ള ഇൻഡിക്കേഷൻ ഓൾറെഡി മാർക്കറ്റ് ടെക്നിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മാർക്കറ്റ് ഒന്നും കൂടി ഇങ്ങോട്ട് വന്ന് ഇവിടെ കുറച്ച് ലിക്വിഡിറ്റീസ് ഒക്കെ റെസ്റ്റിംഗ് ആക്കി വെച്ചിട്ട് ഇവിടെ നിന്നുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏഷ്യന്റെ ഉള്ളിൽ നിന്നുള്ളത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ന് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഏഷ്യന്റെ ആ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. കാരണം ഓൾറെഡി ഇവിടെ ഉള്ളത് ഒന്നും ഇനി ബാലൻസ് ഇല്ല, റെസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഏഷ്യന്റെ ഉള്ളിലുള്ള ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിന് ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി വേണം. ഈ ലിക്വിഡിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഏരിയ എടുത്താൽ മതി. ഇവിടെ ഇനഫ് ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേ ബി എന്ത് ചെയ്യും, ഏഷ്യന്റെ ഹൈ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ. ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏഷ്യന്റെ ഉള്ളിലുള്ള പോയിന്റ് തന്നെ എടുക്കാം. ലിക്വിഡിറ്റി ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏഷ്യന്റെ ഹൈയും കൂടെ സ്വീപ്പ് ചെയ്തിട്ട് ട്രേഡ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ. അപ്പൊ നമ്മൾ സെൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ല് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ. ന്യൂസിന്റെ ഇമ്പാക്ട് ആണ്, ഏർലി മോർണിംഗ് ആണ്, 5 മണി അതുപോലെ തന്നെ 5:30 മാർക്കറ്റ് അവിടെ വന്ന് ട്രിഗർ ആവുന്നത്. ഓക്കെ. സോ നമുക്ക് ആ ഒരു സെല്ലിന്റെ കണ്ടിന്യൂഷൻ എന്ത് ചെയ്യാം, ഗോൾഡിൽ നിന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ. അതാണ് ഗോൾഡിൽ നമ്മൾ ഇന്നത്തെ വ്യൂ എന്ന് പറയുന്നത്. ദെൻ GBP/USD. ഓക്കെ. GBP/USD ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരു സെല്ലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കണ്ടോ, ഏകദേശം 10 മണി 11 മണിയൊക്കെ വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ഏരിയയിലോട്ട് എത്തുന്നുള്ളൂ. പിന്നെ നമുക്കറിയാം ആ ഒരു ടൈമിലൊന്നും നമ്മൾ പുതിയ ട്രേഡ്സ് നോക്കൂല. പിന്നെ 12:30 മേജർ ആയിട്ടുള്ള ഇവന്റ് വരുന്നുണ്ട്, മാർക്കറ്റ് ഹൈ വോളട്ടിലിറ്റി ഉണ്ടാവും. ഓക്കെ. സോ നമ്മൾ ഇന്നലെ ഇവിടുന്ന് ആയിരുന്നു ട്രേഡ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ന്യൂസ് ഉണ്ടായതുകൊണ്ട് ആ ഒരു ട്രേഡ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫോക്കസ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടില്ല. ഓക്കെ. പിന്നെ ന്യൂസിന്റെ ഇമ്പാക്റ്റും കൂടെ കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ചേഞ്ച് തന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഇതായിരുന്നു നമ്മളെ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ അല്ലെ, ഇതായിരുന്നു നമ്മൾ ട്രേഡിംഗ് റേഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ റേഞ്ചിനെ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്ത് ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ ഫോം ആയിട്ടുണ്ട്. ഓക്കെ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫോം ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇവിടുന്നായിരുന്നു നമ്മൾ സെല്ല് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ സെല്ല് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ല, ന്യൂസ് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ലേറ്റ് നൈറ്റ് ആണ് മാർക്കറ്റ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. സോ ട്രേഡ് നമ്മൾ നോക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയ സ്വിംഗ് ഹൈ ഇതാണ്, ആ ലോ പോയത് ഇവിടുന്നാണ്, ഇതാണ് ആ ലോന്റെ സ്റ്റാർട്ടിങ്. ഇതൊക്കെ എന്താണ്, ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇതൊക്കെ ഒരു ലിക്വിഡിറ്റി ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഏഷ്യന്റെ ലോ ലിക്വിഡിറ്റി ഉണ്ട്, ഇതൊക്കെ സ്ട്രക്ചർ ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ കുറെ ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഇതിനൊരു ഇക്വിലിബ്രിയം ആക്കുക. ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ഇക്വിലിബ്രിയം റേഞ്ച് ആക്കിയിട്ട് എന്ത് ചെയ്യാം,
സെറ്റ് ആക്കാം. ഓക്കെ, സോ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് നടത്തണം. ഓക്കെ, പുൾ ബാക്കിലാണ് മാർക്കറ്റ് ഉള്ളത്. പുൾ ബാക്ക് നടത്തി ഇവിടെ നിന്നുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു എക്സ്ട്രീം പോയിന്റ് എന്നൊക്കെ ആവും മേ ബി എന്ത് ചെയ്യാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ട്രേഡ് ആണ്. താഴത്തു നിന്നുള്ള ഈ ലിക്വിഡിറ്റീസിനൊക്കെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ട്രേഡ് ആണ്. പ്രൈം ട്രേഡ് ആയിട്ട് പ്രൈം എൻട്രി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. ടൈം എടുക്കും മാർക്കറ്റ് ആ ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇനി അല്ല ഇവിടെ നിന്നൊക്കെ എത്തി ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്നൊക്കെ കണ്ടിന്യൂഷൻ എൻട്രീസ് നോക്കാം. മേ ബി ഇത് വലിയ ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് വരണം എന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഇങ്ങനെ റെസ്റ്റിംഗ് ആയി നിൽക്കുന്നതുകൊണ്ട് മേ ബി വരാനുള്ള ചാൻസസും ഉണ്ട്. സോ ഒരു ഡയറക്റ്റ് എൻട്രി ഒരിക്കലും ഇവിടുന്ന് കയറാണ്ട് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം അവിടുന്ന് പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്ത് പോവാം. ഓക്കെ, കണ്ടിന്യൂഷൻ എൻട്രി മാത്രം എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക. ഇനി കുറച്ച് അഗ്രസീവ് ആയിട്ട് ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ഇന്റേണൽ ചേഞ്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു പുൾ ബാക്ക് മാർക്കറ്റ് ഈ ഒരു പ്രീമിയത്തിന്റെ ഹാഫ് വരെ വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കൗണ്ടർ എൻട്രി ആയിട്ട് മാർക്കറ്റ് വരെ നമ്മൾ മെയിൻ എൻട്രി ബൈ ആണ്. അപ്പൊ അതിന്റെ ഒരു കൗണ്ടർ എൻട്രി ആയിട്ട് ഈ ഒരു പ്രീമിയത്തിന്റെ വരെ എന്ത് ചെയ്യാം ഒരു പുൾ ബാക്ക് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ സെല്ല് നോക്കിയിട്ട് പോരാ. പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ റിസ്ക് കുറച്ച് കൺഫർമേഷൻസ് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക സെല്ല് നോക്കുക. ഡിസ്കൗണ്ട് എന്നുള്ള മെയിൻ ആയിട്ടുള്ള ബൈ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റീസ് പെൻഡിങ് ആയതുകൊണ്ട് തന്നെ മേ ബി എന്ത് ചെയ്യും ഇത് ക്ലിയർ ചെയ്യാനൊക്കെ മാർക്കറ്റ് താഴത്തോട്ട് വരണമെന്നുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് റിവേഴ്സൽ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ കണ്ടിന്യൂഷൻ പിടിച്ചിട്ട് എന്ത് ചെയ്യാം ബൈ സൈഡ് ഇപ്പോൾ ഒരു ഇന്റേണൽ ചേഞ്ചും കൂടെ തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്തായിരിക്കും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു ഒരു ഇന്റേണൽ ചേഞ്ച് തന്നു. ഓക്കെ, ഒരു ഇന്റേണൽ ചേഞ്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായി കൺഫേം ആയി ഈ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ ഇന്റേണൽ ചേഞ്ച് തരുന്നത്. ഇന്റേണൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലുള്ള മേജർ ചേഞ്ച് തന്നെ ആയിരിക്കും. സോ അപ്പൊ ഈ ഒരു ബൈന്റെ കണ്ടിന്യൂഷൻ എടുത്ത് പോവാം. അല്ലാണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി എന്ത് ചെയ്യരുത് നോക്കരുത്. പേഴ്സണലി എന്റെ പോയിന്റ് ഓഫ് വ്യൂ അതാണ്, എന്റെ ഒപ്പീനിയൻ അതാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ യൂറോ യു എസ് ടി. യൂറോ യു എസ് ടിയിൽ ഇന്നലെ നമ്മൾ ലിക്വിഡിറ്റി ആയി അല്ലെ. പ്രോപ്പർ ആയിട്ട് നോക്കണം. നമ്മൾ ക്ലാസ്സിലും ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു ട്രേഡിംഗ് റേഞ്ച്. ഈ ഒരു സെല്ലിന്റെ ഓൾറെഡി ഇവിടുന്ന് ഒരു സെല്ല് വരികയാണ്. ഈ ഒരു സെല്ലിന്റെ കണ്ടിന്യൂഷൻ എടുത്ത് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നോക്കിയത്. നമ്മൾ ഇവിടുന്ന് ഒന്നും നോക്കിയില്ല, കാരണം ഇത് ചെറിയ ഏരിയാസ് ആയതുകൊണ്ട് ഇവിടുന്ന് ആവശ്യത്തിനുള്ള മച്ച് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇനഫ് ഫണ്ട് ഇവിടുന്ന് കളക്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവായതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കില്ല. ഇതൊക്കെ ലിക്വിഡിറ്റി ആക്കി എടുത്ത് ഈ ഒരു പോയിന്റിനെ ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു നമ്മൾ സെൽ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ എന്തായാലും മാർക്കറ്റിൽ നടന്നത് ഈ ഒരു പോയിന്റ് നമ്മളെ ഏരിയയിലും കൂടെ മാർക്കറ്റ് ലിക്വിഡിറ്റി ആക്കി എടുത്ത് ഏറ്റവും ടോപ്പ് നമ്മൾ 10 പോയിന്റ് ഒക്കെയാണ് മാക്സിമം സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അതിനും ട്രിഗർ ആയിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു എക്സ്ട്രീം ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തത് താഴത്തോട്ട് വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ നിന്നായിരുന്നു ലൈവില് ട്രേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സ്റ്റോപ്പ് ലോസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഹിറ്റ് ആയിട്ടുള്ളത്. മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു 1:2 ആ ഒരു റേഞ്ചിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എക്സ്ട്രീം പോയിന്റ് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെയും എന്ത് ചെയ്തു ആ ഇവന്റ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് കറക്റ്റീവ് ആയിട്ട് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തു, ട്രെൻഡ് റിവേഴ്സൽ ആയി അല്ലെ. നമുക്കറിയാം ഏറ്റവും സ്വിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോയും ഈ ഒരു ഹൈയും ആയിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിനെ മാർക്കറ്റ് എന്ത് ചെയ്തു ക്ലിയർ ചെയ്തു, സ്വീപ്പ് ചെയ്തു. സോ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ ഇവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല. അപ്പൊ സോ സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, യൂറോനെ പോലെ തന്നെ സ്വിംഗ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ നമ്മൾ ട്രേഡിംഗ് റേഞ്ച് ആക്കിയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് പ്രീമിയം ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇതും GBP പറഞ്ഞ പോലെ മാർക്കറ്റ് എന്ത് ചെയ്യണം പുൾ ബാക്ക് തന്ന് ഇന്റേണൽസ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വന്ന് ഈ ഒരു ലിക്വിഡിറ്റീസിനൊക്കെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഡിസ്കൗണ്ടിന് ഒരു ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്യണം കയറി പോകണം. GBP നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യൂറോയിലും നമുക്കുള്ളത്. ഓക്കെ, ഇവിടൊക്കെ പോയിന്റുകൾ ഉണ്ട്, അവിടെ നിന്നൊക്കെ കൺഫർമേഷൻ ഉണ്ട്. ഇന്റേണൽ ചേഞ്ച് കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ബൈ സൈഡ് ട്രേഡ് നോക്കുക. ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് വൈപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഡയറക്റ്റ് എൻട്രി നോക്കുക. ഇവിടെ നിന്നുള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക നോക്കാം. അത് മേ ബി ടൈം എടുക്കും. മിക്കവാറും ചിലപ്പോൾ എന്താവും ഇവിടുന്ന് പുതിയ റേഞ്ച് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് അങ്ങനെ എന്ത് ചെയ്യും പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇക്വിലിബ്രിയം ഒക്കെ മാറ്റിയിട്ട് പുതിയ പ്ലാനിങ്സിലോട്ട് എന്ത് ചെയ്യാൻ പോവാം. മോസ്റ്റ് ഓഫ് ചാൻസ് ഒരു 80% ചാൻസസും കാണുന്നത് എന്താണ് ഈ ഒരു റേഞ്ചിലോട്ട് വരാണ്ട് ഇവിടുന്ന് എന്ത് ചെയ്യും പുതിയ റേഞ്ച് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ്. ഇല്ല മാർക്കറ്റ് ഇങ്ങനെ മൂവ്മെന്റ് ഒക്കെ കുറഞ്ഞ് ഇന്റർണൽസ് ക്രിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടുള്ള എക്സ്ട്രീം പോയിന്റ് ഡയറക്റ്റ് എൻട്രി നോക്കാം. ഇവിടെ നിന്നൊക്കെ റിവേഴ്സൽ കിട്ടി ഇന്റേണൽ ബൈയിങ്ങിനുള്ള ഓപ്ഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബൈ എൻട്രിയും ഫോക്കസ് ചെയ്യുക, വെയിറ്റ് ചെയ്യണം. ഓക്കെ, GBPയിലും യൂറോയിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗോൾഡിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് എടുത്ത് തന്നെയാണ് കുറച്ചും കൂടി ഏരിയ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മളെ ഏരിയാസ്. പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഒക്കെ മാർക്കറ്റിൽ നല്ല രീതിയിൽ വോളിയൂംസ് കുറയും. അപ്പൊ കമ്പാരിറ്റീവ്ലി പിന്നെ ഡിസംബറിന്റെ സെക്കൻഡ് തേർഡ് വീക്ക് ഒക്കെയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മാർക്കറ്റിന് ഉണ്ടാകും. അപ്പൊ നല്ല ട്രേഡ്സുകൾ മാത്രം നോക്കുക, മൂവ്മെന്റ് ഇല്ലാത്ത ടൈമിലൊന്നും പോയിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ പ്രീ ലണ്ടൻ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. സെക്ഷൻ കുറച്ച് ഡിലേ ആയത്. ഓക്കെ. ശരി. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ മാർക്കറ്റ് പോകുന്നു എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.